വക്കീൽ കോട്ടില്ലാത്ത നിയമബിരുദമില്ലാത്ത ഒരാൾ നിരന്തരം കോടതിയിൽ കേസ് നടത്താറുണ്ട്. കേസുകളിൽ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇന്ന് കോഡ് പരിചയപ്പെടുത്തുന്നത്. കൺസ്യൂമർ കോടതികളിൽ നിരന്തരം കാണുന്ന ഒരു മുഖമാണ്. എന്താണ് ഇങ്ങനെ കൺസ്യൂമർ കോടതിയിൽ എപ്പോഴും കാണാറ്? ഞാൻ ഒരു 10 വർഷം കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പാരാ ലീഗൽ വോളണ്ടിയർ ആയിരുന്നു. അതായത് ഈ നിയമം അറിയില്ലാത്തവർക്ക് നിയമത്തിൻ്റെ ഒരു സഹായം നൽകുന്ന ഒരു സെല്ലാണ് ഈ പാരാ ലീഗൽ വോളണ്ടിയർ എന്ന് പറയുന്നത്. അത് അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നീട് എനിക്ക് നേരിട്ട ചില ദുരനുഭവങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ കോടതിയെക്കുറിച്ച് പഠിക്കുന്നതിനും സമൂഹത്തിന് നന്മ കിട്ടേണ്ട ഏതൊക്കെ കോടതിയിലാണ് നമ്മൾ ചെന്നെത്തേണ്ടതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഒരു 13 വർഷം മുമ്പ് വരുന്നത്. അത് എൻ്റെ ഒരു കേസിന് വേണ്ടിയാണ് ഞാൻ വരുന്നത്. പിന്നീട് ആ കേസ് വലിയൊരു വാർത്തയാവുകയും ധാരാളം പേര് എന്നെ തേടി വരികയും ചെയ്തുകൊണ്ടാണ് ഞാൻ നിരന്തരം കൺസ്യൂമർ കോടതിയിൽ എറണാകുളത്തും തിരുവനന്തപുരത്ത് അപ്പീൽ കോടതിയാണ്, ഹൈക്കോടതി ഇതിൻ്റെ പരിധിയിൽ വരില്ല. ഒരു 20 കേസുകളിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നീതി നേടിക്കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 കേസുകൾ ഓൾറെഡി റണ്ണിങ് ആണ്. കൺസ്യൂമർ കോർട്ടിൽ ഒരു നിയമവിരുദ്ധത്തിൻ്റെ ആവശ്യമില്ല. അത് ആർക്ക് വേണമെങ്കിലും കൺസ്യൂമർ കോടതി മുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ ഹാജരാകാവുന്നതാണ്. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ റെഗുലേഷൻ ആക്ട് 2020 സെക്ഷൻ 16 സബ് സെക്ഷൻ 7. കോടതിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമുക്ക് ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ജാഗൃതി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. നമുക്കൊരു നമ്പർ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം കോടതിയിലെ എല്ലാ എവിഡൻസും ഡോക്യുമെൻസുമായിട്ട് നേരിട്ട് വരണം. അങ്ങനെയാണ് നമുക്ക് CC നമ്പർ കിട്ടുന്നത്. പിന്നീട് കോടതി നടപടികൾ പ്രൊസീഡിങ്സ് അതുപോലെ പോകും. LLB എന്തിനു വേണം എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. കാരണം എനിക്ക് അഭിഭാഷകരും LLMകാരും വാദിക്കുന്ന അതേപോലെ വാദിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യകത തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി ഉപഭോക്തൃ കോടതിയെ സമീപിക്കണം എന്ന് വിചാരിച്ചാൽ അവന് വക്കീൽ ഫീസ് കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവൻ നേരിട്ട് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തന്നെ സഹായം കിട്ടും. അവന് ഫയൽ ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു രൂപരേഖ കോടതിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗപ്രദമല്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തു, അതിന് നമുക്ക് ആ ബില്ല് മാത്രം മതി. പക്ഷേ അതല്ല, കൺസ്യൂമർ കേസുകൾ എന്ന് പറയുന്നത് സർവീസ് കൂടിയുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉൾപ്പെടെ, അതായത് ചികിത്സാ പിഴവുകൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ വാദിക്കാൻ ഒരുപാട് നിയമത്തിൻ്റെ ആവശ്യകതയുണ്ട്. മറ്റത് വളരെ എളുപ്പത്തിൽ സാധിക്കും.